എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. സേമിയയും അതേപോലെ തന്നെ ചവ്വരിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ സേമിയ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പാക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 50 ഗ്രാം അളവിലാണ് ഞാനിവിടെ ചവ്വരി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ ആദ്യം തന്നെ ഒന്ന് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുന്തിരി ആദ്യം തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. നമുക്ക് ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അതേപോലെ തന്നെ ഈ പാനിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെയും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ പാനിലോട്ട് തന്നെ നമ്മുടെ സേമിയയും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ സേമിയ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞ് പോകും. മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് നമുക്കാണെന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്നായി കിട്ടുന്നതാണത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോഴേക്കും തന്നെ നമ്മുടെ സേമിയ പെട്ടെന്നായി കിട്ടും. അതൊരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി നേരം ഒന്ന് ഇളക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിവശത്ത് സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ പാനൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാത്രം ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ചവ്വരി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ സേമിയ കുറച്ച് നേരമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചവ്വരിയൊക്കെ ഒന്ന് ഇത്തിരി കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാൽ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറേ നേരം പിടിക്കില്ലെന്ന് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് പാൽ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ ചവ്വരിയൊക്കെ ഒന്ന് ഗ്ലാസ് ടൈപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ സേമിയ വറുത്ത് വെച്ച് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സേമിയ ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. നമ്മുടെ സേമിയ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ചവ്വരിയൊക്കെ ഓൾറെഡി കുക്കായതാണ് നന്നായിട്ടൊന്ന് ഇനി സേമിയയും കൂടി ഒന്ന് കുക്കായി കിട്ടിയാൽ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ചവ്വരിയൊക്കെ നമ്മുടെ നല്ല രസമുണ്ട് കാണാനായിട്ട്, ഗ്ലാസ് ടൈപ്പ് പോലെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സേമിയയും ചവ്വരിയൊക്കെ ഒരു 5 മിനിറ്റ് നേരം കൂടി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു അര വേവ് ആയിട്ടുണ്ട് നമ്മുടെ സേമിയായിട്ട്. ഞാൻ ഒന്ന് അമർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ എത്ര നേരമായിട്ട് ചേർത്തിട്ടില്ല. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒരു 10-12 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ 1/2 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എന്താണെങ്കിൽ ഒരു 10 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണിൻ്റെ അത്ര വലിപ്പമില്ല, അത് ടീസ്പൂണും അല്ലാത്തൊരു ടൈപ്പിലുള്ള സ്പൂണാണ്. അതെനിക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ആവറേജ് ഒരു 10 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കപ്പാണെങ്കിൽ 1/2 കപ്പാണ് ചേർക്കുന്നത് നല്ലത് കേട്ടോ. എന്നതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഉണ്ടാക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കായുടെ പൊടി താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ടും അതേപോലെ തന്നെ മുന്തിരിയൊക്കെ വറുത്ത് വെച്ച് നമുക്കിനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.